മധ്യപൂർവേഷ്യയിൽ വീണ്ടും നിർണായക നീക്കം. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് നിർണായക ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗ്ഗോട്ട് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. മെയ് 29-ന് പെന്റഗണിൽ ഇസ്രയേൽ ലെബനൻ സൈനിക പ്രതിനിധികളുമായി വീണ്ടും ചർച്ച നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തൽ നീട്ടാനുള്ള തീരുമാനം മേഖലയിൽ സംഘർഷാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അതിർത്തി മേഖലയിൽ തുടരുന്ന ആക്രമണ ഭീഷണിയും സുരക്ഷാ ആശങ്കകളും കണക്കിലെടുത്താണ് ചർച്ചകൾക്ക് വേഗം കൂട്ടിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശാശ്വതമായ സമാധാനം, പരസ്പര പരമാധികാരം, പ്രാദേശിക സമഗ്രത, പൂർണ്ണമായ അംഗീകരണം, അതേപോലെ അതിർത്തിയിലെ സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ ഈ ചർച്ച സഹായിക്കുമെന്നതാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായി തന്നെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി മേഖലയിൽ മാസങ്ങളായി തന്നെ സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രത്യേകിച്ച് ലെബനനിലെ സമുദായ സംഘടനകൾ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക നേരിട്ട് ഇടപെട്ടുകൊണ്ട് സമാധാന ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ നീട്ടിയെങ്കിൽ പോലും സ്ഥിതി ഇപ്പോഴും അതീവ ജാഗ്രതയിലാണ്. അതിർത്തി സുരക്ഷ, സൈനിക നീക്കങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയമായി ഉള്ളത്. പെന്റഗണിൽ നടക്കാനിരിക്കുന്ന അടുത്ത ചർച്ച നിർണായകമായിരിക്കുമെന്നതാണ് വിലയിരുത്തൽ. മധ്യപൂർവേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ തീരുമാനം. എന്നാൽ സ്ഥിരമായ സമാധാനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുമെന്നതാണ് നയതന്ത്ര വിദഗ്ധരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാടകീയമായ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.